ഹായ് ഗായ്സ്, അപ്പോൾ റോഷിത് ഇലക്ട്രോണിക്സിലോട്ട് ഹായ് ഗായ്സ്, അപ്പോൾ റോഷിത് ഇലക്ട്രോണിക്സ് മലയാളത്തിൽ ഹായ് ഗായ്സ്, റോഷിത് ഇലക്ട്രോണിക്സ് മലയാളം എന്ന ചാനലിൽ നമ്മളൊരു പുതിയ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ഒന്ന് മാറ്റി ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു ഇൻവേർട്ടറാണ്. അപ്പോൾ ഇത് കംപ്ലൈൻറ്റഡ് ആണ്, ട്യൂബൊക്കെയാണ്. അതിൻ്റെ സാധനമൊക്കെ നമ്മൾ ഒരിടത്ത് വേറെ സാധനമൊക്കെ പറ്റിയതാണ്. ഒക്കെ പോയി നമുക്ക് രണ്ടാമത് റീസ്റ്റോർ ചെയ്യാൻ നമ്മൾ പോവുകയാണ്. സൂപ്പർ ലക്കിൻ്റെ ട്യൂബ് ഇൻവേർട്ടറാണ്. ട്യൂബുണ്ട്, 2 ട്യൂബായിരുന്നു. 2 നമ്മുടെ CFL ട്യൂബില്ല, അതായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കിൽ കണക്ടർ കൊടുത്തിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് വർക്കിംഗ് അല്ല. അപ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കണം. നമുക്കൊന്ന് നോക്കാം എന്താ കംപ്ലൈൻറ്റ് എന്ന്. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മുടെ ഇൻവേർട്ടർ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ബാറ്ററി. അപ്പോൾ ഇതിലാണ് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പിന്നെ കറണ്ടിലാണ് 14014ൻ്റെ 2 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. അക്കർലിക്കാണ്. പിന്നെ നമ്മുടെ ആംപ്ലിഫയർ വരെ തന്നെ അതിൻ്റെ സംഭവം ഇട്ടിട്ടുണ്ട്. പിന്നെ ട്യൂബ് 1, 2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഇവിടെ 1, 2. പിന്നെ ചാർജ് ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് ഓണാക്കിയാലേ ചാർജ് വർക്കാവുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ഫോമറിനും കംപ്ലൈൻ്റ് ഇല്ല, സ്വിച്ചിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല. ബോർഡ് ഏതോ ഒരു മെയിൻ ബോർഡ് കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ട്യൂബ് 2ഉം വർക്കാവില്ല. 2 സ്ഥലത്ത് കൊടുത്താലും വർക്കാവില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ പിന്നെ ബാറ്ററിയും കുറേ കംപ്ലൈൻ്റ് ഉണ്ട് ഇതിൻ്റെ. അതൊക്കെ താഴത്ത് മേലെ എടുത്ത് വെച്ചേക്കുന്നതാണ്. നമുക്കിതൊന്ന് കുത്തി നോക്കണം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ചാർജിങ് ആവുന്നുണ്ട്. നമുക്കിതിൽ വോൾട്ടേജ് എന്തോരം വരുന്നുണ്ടെന്ന് നോക്കണം. അത് നമുക്ക് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ട്. നമ്മുടെ വയർ നമ്മൾ എടുക്കട്ടെ. വയർ നമ്മൾ ഒരിടത്തുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, വീഡിയോ ലെങ്ത് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്യാം. മെയിൻ പാർട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആളുകൾക്കുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. നമുക്ക് മൾട്ടിമീറ്ററിൽ കുറേ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. മൾട്ടിമീറ്റർ കംപ്ലൈൻ്റ് ഉണ്ട് ഗൈസ്. നോക്കട്ടെ. കുറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അഴിക്കാം. നമ്മുടെ ബോർഡിൽ 2 സൈഡിലായിട്ടാണ് സ്ക്രൂ ഉള്ളത്. നമ്മൾ വോൾട്ടൊക്കെ ഉണ്ടല്ലോ, 21 വോൾട്ടൊക്കെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലൈൻറ്റ്. ട്രാൻസ്ഫോമറൊക്കെ വർക്കിംഗ് ആണ്. ഇല്ലെങ്കിൽ ബോർഡിൻ്റെ കംപ്ലൈൻറ്റ്. എനിക്ക് തോന്നുന്നു ബോർഡാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അഴിക്കാൻ പോകുന്നുള്ളൂ ഫസ്റ്റായിട്ട്, അറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്ന് ലൈറ്റൊന്നും ഇടാം, കാണണ്ടാവില്ല. നമുക്ക് 2 ഇടേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ കാണാം. നമുക്ക് നൂരാം. ഓക്കെ, നമ്മൾ ഊരിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ പാർട്ട് 2 ഇടുന്നതായിരിക്കും, കാരണം ഇത് ശരിയാക്കി വരുമ്പോഴത്തേനും കുറേ വീഡിയോ വലിഞ്ഞു കൂടും. ഇപ്പം നമുക്ക് നൂരാം. ഓക്കെ, നമ്മൾ ഊരിയിട്ടുണ്ട്. ഇതിൽ വരുന്നത് ഒരു 14 വോൾട്ട് 2 ആംപിയർ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട് ചെറുതായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബോർഡ് ഉരുണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 14 വോൾട്ട് എവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കണം ആദ്യം കറക്റ്റായിട്ട്. ഓക്കെ, നമുക്ക് ഈ ബോർഡൊന്ന് അഴിച്ചെടുക്കണം. ഒന്ന് അഴിച്ചിട്ട് വരാം. ഗൈസ്, ഇത് നമ്മൾ ബോർഡ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ട്യൂബ് 6 കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കി കാണാം. 14 വോൾട്ട് 2 ആംപിയർ നമ്മുടെ ട്രാൻസ്ഫോമറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രാൻസ്ഫോമറിൽ നമുക്ക് എന്ത് ചെയ്യണം, കണക്ഷൻ കൊടുക്കണം.
അല്ല കണക്ഷൻ നോക്കണം. ഞാൻ അപ്പുറത്തെ ക്യാമറ ആക്കിയാൽ നമുക്ക് ഇത്ര തിരിക്കാൻ പറ്റുള്ളൂ ട്രൈപോഡ്. ഇപ്പോൾ കാണാമല്ലോ, നമ്മുടെ ബോർഡ് ഒരെണ്ണം മൊത്തം പോയേക്കാണ്. മൊത്തം കുറേ സാധനമൊക്കെ കത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നമുക്കിപ്പോൾ 12.0.12 എവിടെ വരണേന്ന് നോക്കണം ആദ്യം. അതിന് 12.0.12 ഇപ്പോൾ ട്രാൻസ്ഫോമർ അല്ല 14.0.14 ആട്ടോ. 12.0.12 നമ്മുടെ ആംപ്ലിഫയറിലാണ്. 14.0.14 ഇവിടെയാണ് വരുന്നത് കണക്ഷൻ. ഈ ഭാഗത്തായിട്ടാണ് കണക്ഷൻ വരുന്നത്. നമുക്ക് ഇതും കൂടി ഒന്ന് അഴിച്ചെടുക്കണം. ഇവിടെ സ്പേസർ ഉണ്ട്. നമ്മൾ രണ്ട് ബോർഡും ടച്ച് ആവാതിരിക്കാൻ സ്പേസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പേസറും കൂടി ഒന്ന് അഴിച്ചെടുക്കണം. ഫസ്റ്റ് ബോർഡ് എനിക്ക് കണ്ടിട്ട് വലിയ പ്രശ്നം തോന്നണില്ല. സെക്കൻഡ് ബോർഡിനായിരിക്കും കംപ്ലൈൻറ്റ് മിക്കവാറും. എന്തായാലും നമുക്ക് രണ്ടും അഴിച്ചെടുക്കാം. ഇത് രണ്ടും 12 വോൾട്ടിൻ്റെയാണ്. 12 വോൾട്ടിൻ്റെ ഒരു ഒറ്റ ബാറ്ററിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ ചാർജ് ആവുന്ന 2 ആമ്പിയറാണ്. നമ്മൾ കൊടുക്കുന്നത് ഒരു കാറിൻ്റെ ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. രണ്ടെണ്ണം ഉണ്ട്. രണ്ടും കൊടുത്തിട്ടില്ല, ഒരെണ്ണം അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ 20 വോൾട്ട് കയറി വന്നിട്ട് ബാറ്ററിയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി ഉണ്ടാക്കും, അതിൻ്റെ വീഡിയോ ഇടും. ഇല്ലെങ്കിൽ ആ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്യും. അപ്പം അച്ഛനിതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് ശരിയാക്കാനാണ്. ഈ ഫ്രണ്ടിലെ സാധനം അക്രലിക്കാണ്, ബാക്കിയൊക്കെ ഇതാണ് മെറ്റൽ ബോഡിയാണ്. നല്ലോണം ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്ഫോമർ കോയിൽ വൈൻഡിങ് ആണ്, എന്നാലും കണ്ടിട്ട് അധികം തോന്നണില്ല എനിക്ക്. നല്ല ട്രാൻസ്ഫോമറാണെന്ന് തോന്നണില്ല കണ്ടിട്ട്. നമുക്കിത് ട്യൂബിൻ്റെ കണക്ഷൻ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ട്യൂബിൻ്റെ കണക്ഷൻ. ഇത് നമ്മുടെ ട്യൂബിൻ്റെ കണക്ഷനാണ്. ഇവിടെ ഒരു IC ഉണ്ട്, 2N3055 HV23342. ഇതാണ് IC. നമുക്ക് ഈ IC ഒന്ന് ആദ്യം ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യം. ഓക്കെ, നമ്മൾ റെസിസ്റ്റൻസിലോട്ട് ഇട്ടിട്ടുണ്ട്, നമ്മുടെ മോഡലോട്ട് ഇട്ടിട്ടുണ്ട്. ഒന്നും കാണിക്കുന്നില്ല. മൾട്ടിമീറ്റർ ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്. നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ബോർഡിൻ്റെ ICക്ക് വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 സാധനമുണ്ട്, ഒരു ഡയോഡ് ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല. ICക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇതിലെ കോയിൽ ഇൻഡക്ഷൻ ഉണ്ട്. ഇൻഡക്ഷൻ ചെക്ക് ചെയ്യണം. ഇൻഡക്ഷനും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ബോർഡ് അങ്ങനെ കംപ്ലൈൻ്റ് ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇവിടെ 2 റെസിസ്റ്റർ ഉണ്ട്, അതാണ് മിക്കവാറും കംപ്ലൈൻറ്റ് വരാറുള്ളത്. ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, കുഴപ്പമില്ല ഗൈസ്. നമുക്ക് അതിലൊക്കെ ശരിയാക്കി എടുക്കാം. വർക്കാവുന്ന തോന്നുന്നു ബോർഡ് കണ്ടിട്ട്. നമുക്ക് കപ്പാസിറ്റേഴ്സ് ചെക്ക് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണാനുണ്ടാവില്ല, ഞാനിവിടെ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ്. ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ രണ്ടും കൂട്ടിമുട്ടിയിട്ടാണ് സൗണ്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ BC ട്രാൻസിസ്റ്റർ ഉണ്ട്. അതിൻ്റെ മൈനസ് സെൻറ്ററിലാണ്. ഓക്കെ, അതും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 14007 ഡയോഡ് ഉണ്ട്. അതും കുഴപ്പമില്ല, അതും കുഴപ്പമില്ല, സമാധാനമുണ്ട്. ഇപ്പോൾ ഗൈസ് നമുക്ക് ഉറപ്പിക്കാം താഴത്തെ ബോർഡാണ് കംപ്ലൈൻ്റ് എന്ന്. ഇതിലെ പാർട്സൊക്കെ വർക്കിംഗ് ആണ് ഗൈസ്. ഇപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് 14014 2 ആംപിയർ ആണ്. ചാർജിങ് AC, ഇവിടെ 12 വോൾട്ട്, ഒരു സ്വിച്ച്, ട്യൂബ്. സ്വിച്ചിൻ്റെ ഒരു കണക്ഷൻ എവിടെയെന്ന് അറിഞ്ഞൂടാ, ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ബോർഡ് നമുക്ക് ഊരാം. നമുക്ക് ഊരെടുക്കാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണക്ഷൻ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ മൊത്തം. താഴത്തൊന്ന് ഊരിയിട്ട് വരാം. അപ്പം ഇതേ നമ്മൾ ബോർഡ് ഊരി എടുത്തിട്ടുണ്ട്. ഇതേ നമ്മൾ പയ്യെ നമുക്കിങ്ങനെ എടുത്തിട്ട് തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബോർഡ് മൊത്തത്തിൽ പോയി തോന്നുന്നു. കുറേയൊക്കെ ഇവിടെയൊക്കെ ചെളിയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, കുറേ വേസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇത് എവിടുന്ന പ്ലസ് മൈനസ് എടുത്തെന്നാലും ഇപ്പോൾ ഒരു മനസ്സിലാവുന്നില്ല ഗൈസ്. രണ്ട് ബോർഡും സെയിം ആണെന്ന് തോന്നുന്നു ഗൈസ്, കണ്ടിട്ട് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് പവറിൻ്റെ LED. ഇതാണ് പ്ലസ്, ബാറ്ററിയുടെ. ഈ ബോർഡ് പോയി ഗൈസ്, ഈ താഴത്തെ ബോർഡ് മൊത്തം പോയി ഗൈസ്. നമ്മൾ ഇനി മേളിൽ രണ്ടാമത് സോൾഡർ ചെയ്യേണ്ടി വരും മിക്കവാറും. ഇത് രണ്ട് ബോർഡും സെയിം ആണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ സെയിമാണ്, എന്നാലും മൊത്തത്തിലങ്ങ് സെയിം അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ. താഴത്തെ ബോർഡ് മൊത്തം പോയി ഗൈസ്, മൊത്തം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലസ് മൈനസൊക്കെ ഉണ്ടാകും ചെയ്തെടുക്കണം. ഗൈസ് കണ്ടോ, മൊത്തം പോയി. ഞാൻ നോക്കട്ടെ ഗൈസ് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് താഴത്തും സ്പേസർ ഉണ്ട് ടച്ച് ആവാതിരിക്കാൻ. എനിക്കൊരു സ്പേസർ കിട്ടിയായിരുന്നു, എനിക്ക് തോന്നുന്നുണ്ട് ടച്ചായിട്ട് അടിച്ചു പോയതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ആണ്. പിന്നെ അത് നേരെ പോകുന്നത് താഴത്തെ നേരെ പോകുന്നത് നമ്മുടെ ബോർഡിലോട്ടാണ്. നമ്മുടെ ബോർഡിൽ ഇവിടെയാണ്. അപ്പം നമ്മുടെ ബോർഡിൽ ഈ കണക്ഷൻ എടുത്തിട്ട് അവിടെ കൊടുത്താൽ മതി, അല്ല ഈ കണക്ഷൻ കണക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ട്യൂബ് നമുക്ക് വേണ്ട. പ്ലസ് എന്ന് പറയണത് സെക്കൻഡ് ട്യൂബാണ്, അപ്പോൾ നമുക്ക് അത് വേണ്ട. അല്ല, ഫസ്റ്റ് ട്യൂബാണ്. ഫസ്റ്റ് ട്യൂബ് വർക്കാവില്ല, അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് ഇതിൽ തന്നെ കൊടുക്കണം. സെക്കൻഡ് ട്യൂബിൽ തന്നെ കൊടുക്കണം, അല്ല സെക്കൻഡ് ട്യൂബിൽ തന്നെ കൊടുക്കണം. പിന്നെ ഈ ബ്ലൂ എന്ന് പറയുന്നത് ബാറ്ററി മൈനസ് ആണ്, ഇവിടെ പ്ലസ് എന്നാണ് കൊടുക്കുന്നത്. ഇതൊന്നും മനസ്സിലാകുന്നില്ല. ശരിയാ, മൈനസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൈനസ് കണക്ഷൻ പോകുന്നത് നേരെ നമ്മുടെ LED ഇതൊക്കെ എടുത്ത് നമുക്ക് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഒരു റെക്ടിഫിക്കേഷൻ ഉണ്ട്, അതിവിടെ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു 14 കൊടുത്തിട്ടുണ്ട്, പക്ഷെ റെക്ടിഫൈ ആവുമെന്ന് അറിഞ്ഞൂടാ. നമുക്കൊരു കാര്യം ചെയ്യാം,
ഈ ബോർഡ് കളഞ്ഞിട്ട് ഈ ബോർഡിലോട്ട് ആഡ് ചെയ്തതൊക്കെ നമുക്കൊന്ന് സോൾഡർ ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ സോൾഡർ ചെയ്യാൻ പോകണ മാസ്കൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ സോൾഡറിങ്ങാനാണ് നമ്മൾ വീഡിയോ ഇട്ടാണ് ഇവിടെ നമ്മുടെ സോൾഡറിങ്ങാൻ തന്നെയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് വെടിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാം കൂടി വെടിയിക്കണ്ട, നോക്കിയിട്ട് വേണം വെടിയിക്കാൻ. എല്ലാം കൂടി മേടിക്കും, ചിലപ്പോൾ എല്ലാം കൂടി മേടിക്കും. ഓക്കെ, നമുക്കിത് വെടിയിക്കണം. ആദ്യം ഹീറ്റ് കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. ഞാൻ സോൾഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, കുറേ വീഡിയോ ലെങ്തായി പോകും. നമ്മൾ കുറേ കണക്ഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ സോൾഡറിങ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ കണക്ഷൻസൊക്കെ പറഞ്ഞുതരാം, കാണിച്ചു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളതാണ്. നമ്മൾ കണക്ഷൻസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി ചെയ്തിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് റെസിസ്റ്ററൊക്കെ ഒടിഞ്ഞു പോയി, ബാക്കി നമുക്ക് ചെയ്യാം. മറ്റേ ബോർഡ് ഊരി അഴിച്ചെടുത്തു, മറ്റേ ബോർഡ് മൊത്തം കളഞ്ഞു. ഇനിയിപ്പോൾ അതെ നമ്മൾ ഈ ഇതിലോട്ടാണ് കൊടുക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഒറ്റ ട്യൂബാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് 14-0-14 കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്വിച്ചൊക്കെ ഇവിടത്തേക്ക് എടുത്ത് ഷോർട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ട്യൂബ് 1, ട്യൂബ് 2, പിന്നെ നമ്മൾ സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ബാറ്ററിയുടെ പ്ലസ് ആണ്. ഇപ്പോൾ ഇത് നമ്മൾ സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വയറിങ് കുറേ നേരം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം 2:30 നമ്മൾ 1:30 തുടങ്ങിയതാണ്. 1 മണിക്കൂറായി വയറിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം ഈ ബോർഡ് ഒന്നാമത് നല്ല പാടായിരുന്നു, ഈ ബോർഡ് ഊരി എടുക്കാൻ. അത് മൊത്തം പോയി, അതിൻ്റെ IC മാത്രമേ വർക്കിംഗ് ഉള്ളൂ, ബാക്കിയൊക്കെ അടിച്ചു പോയി. അപ്പോൾ നമ്മളതിൽ സ്പെയർ പാർട്സ് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒറ്റ ട്യൂബിൽ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യണം. അതെ, നമ്മൾ ഇവിടുത്തെ റെസിസ്റ്റർ ഒടിഞ്ഞു പോയിട്ട് ഏതൊരു റെസിസ്റ്റർ കുത്തിക്കറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. നമ്മളിവിടെ ടൈറ്റ് ചെയ്തു. അപ്പുറത്തത് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അടിയിൽ സ്ക്രൂ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളതാണ്. ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാം. അത് അപ്പുറത്ത് വണ്ടി വന്നതാണ് ഗൈസ് സൗണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫോമറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ കൊടുക്കുമ്പോൾ അറിയാം എന്താവുന്നു, പൊട്ടിത്തെറിക്കുകയോ എന്തോന്നൊക്കെ കാണിക്കാം, എനിക്കൊന്നറിയാം. ചിലപ്പോൾ LED റെസിസ്റ്റർ പൊട്ടിത്തെറിക്കും, കാരണം അത് നമുക്കറിയില്ല ഏതാ റെസിസ്റ്റർ ഇട്ടാണെന്ന്. കിട്ടിയത് ഏതൊരെണ്ണെടുത്തിട്ടിട്ടുണ്ട്, പറ്റിയോന്നാവും അതൊന്നും നമുക്കറിഞ്ഞൂടാ. അതെ, നമ്മൾ തിരിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഇനി വർക്ക് ചെയ്യുമെന്നറിയണം. പിന്നെ അതിന് നമുക്ക് അഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിച്ചു തരുമായിരുന്നു. ഫിറ്റ് ചെയ്തപ്പോഴാണ് ഓർത്തത് വീഡിയോയുടെ കാര്യം. പറഞ്ഞുതരാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 14 ഇവിടെ 0 2 ആമ്പിയർ ഇതിൽ നേരിട്ട്. പിന്നെ LED നേരിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ സ്വിച്ച് ഒരെണ്ണം നമ്മൾ ഇവിടുത്തെ എടുത്ത് കൊടുത്തു സെക്കൻഡിൽ. അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ചെയ്തുള്ളൂ. പിന്നെ ഇവിടെ സോൾഡറിങ്ങാനൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സാധനം ഒന്ന് വെക്കണം. ഇതൊന്ന് നമുക്ക് ട്യൂബ് ചെയ്യണം. ട്യൂബിൻ്റെ സാധനം നമ്മൾ സോൾഡർ ചെയ്യുന്നില്ല, നമ്മൾ ഒട്ടിക്കലുള്ളൂ. ഒട്ടിക്കലുള്ളതുകൊണ്ട് നമുക്ക് സോൾഡറിങ്ങാൻ മാറ്റണം. പിന്നെ ഇവിടെ ഒരു പണ്ടാരം പറ്റുന്നുണ്ട്, ഒരു 2 ഉണ്ട്. നമുക്കിത് വെച്ച് നോക്കാം. ഓക്കെ, അപ്പം അതും സെറ്റപ്പായി. നമുക്ക് ട്യൂബിൻ്റെ സാധനം നമുക്ക് ചെയ്യാനുണ്ട്, അപ്പോൾ അത് നമുക്ക് കാണിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂ ഗൺ ആദ്യം എടുക്കണം. ഗ്ലൂ ഗൺ ചൂടാക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ പയ്യെ എടുത്ത് വെക്കണം.
ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ആംപ്ലിഫയറിൽ ഉണ്ടായിരുന്നതാണ്. ഒറ്റ ട്യൂബേ ഉള്ളൂ, അപ്പോൾ അത് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ഒറ്റ ട്യൂബേ ഉള്ളൂ, ഒറ്റ ബോർഡേ ഉള്ളൂ. അതിൽ ഒറ്റ ട്യൂബ് കൊടുക്കാൻ പറ്റുള്ളൂ. പ്ലസും മൈനസും നോക്കിയിട്ടൊന്നുമില്ല. വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, നമുക്കത് നോക്കണം. വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, നമുക്ക് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പിന്നെ നമുക്ക് ഈ വയറെടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വയറൊക്കെ നമ്മൾ പിരിച്ചു തന്നെ കൊടുക്കണുള്ളൂ. ഗ്ലൂഗൺ ചൂടായ തന്നെ ഉള്ളൂ. ഓക്കെ, നമ്മളത് തിരിച്ചു കൊടുത്തു. നമുക്കിതൊന്ന് ഇവിടെ ഒന്ന് ഒട്ടിക്കണം. ഇവിടെ ഷോർട്ടാവാത്ത വിധം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മളിത് ഗ്ലൂ തേച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. അയ്യാ കൈ ഒന്ന് പൊള്ളിയതാണ് നമ്മൾ. ഓക്കെ, നമുക്കിത് കറക്റ്റായിട്ട് നടുക്കൊന്ന് ഒട്ടിക്കണം, ഇല്ലെങ്കിൽ ഷോർട്ടാവും. രണ്ടും കൂടി ടച്ചായിട്ട്. ഓക്കെ, തിളച്ചിരിക്കുകയാണ്, അതാണ് കൈ പൊള്ളണത്. ഓക്കെ, നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, സെറ്റപ്പാക്കി. ഒന്ന് ഉണങ്ങണം. ഊതി കൊടുത്താൽ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ നമുക്ക് ഇത്ര ബോൾട്ട് സാധനമൊക്കെ നമുക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട്. കാരണം അതൊന്നും ആവശ്യമില്ല, ഒറ്റ ബോർഡുള്ളൂ. വെറുതെ എല്ലാം കൂടെ ഇടുന്നതിന്. ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ ഉണ്ടോ, പൊളിഞ്ഞൊരു വലിയ പോയി സാധനത്തിൻ്റെ. ഈ അവസ്ഥയായി, എല്ലാം പോയി. വീട്ടിൽ കുറച്ച് അടി ഉണ്ടാവണതാണ്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ആ സംഭവമൊന്നുമില്ല, ക്ഷമിക്കുക അതൊക്കെ. പിന്നെ സോൾഡറിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പയ്യെ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിക്കുക. നമ്മുടെ ഇൻവേർട്ടർ സെറ്റായിട്ടുണ്ട്, വർക്കാവുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇതിപ്പോൾ ചാർജിങ്ങിലാണ്, അതുകൊണ്ടാണ് ഒന്നും കാണിക്കാത്തത്. ഇതേ കണ്ടോ, ഇൻവേർട്ടർ പക്ക വർക്കിംഗ് ആണ് ഗൈസ്, സെറ്റപ്പായിട്ട് വർക്കാവുന്നുണ്ട്. ഇത് നമുക്ക് ഓണായി കാണിച്ചു തരാം. നമുക്ക് ഈ സൈഡ് അതിപ്പോൾ ചാർജിങ് ആയതുകൊണ്ടാണ് ഓണാകാത്തത്. കറണ്ട് പോകുമ്പോൾ ഓണാവും. കണ്ടോ ഗൈസ്, സെറ്റായിട്ട് വർക്ക് ചെയ്യാനുണ്ട്.